അമ്മയടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നില്ല, എനിക്ക് അതിൽ നിന്ന് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട് എന്നെ അവർക്ക് കാണാൻ പറ്റൂ. പോട്ടെ തമ്മിലുള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷന്റെ കാര്യമാണ്. അപ്പൊ എന്റെ പൊന്നു കുഞ്ഞ് മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, മോൻ അന്ന് എന്നോട് പറയാനേ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയാൻ അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു. മോൻ വെറുതെ വിട് കിച്ചു, കിച്ചു എന്നെ വെറുതെ വിട്. എനിക്കതിൽ ദുഃഖമൊന്നുമില്ല. അവരുടെ മോഹങ്ങൾ തകർക്കാൻ വന്ന ഒരു അശുഭ ജന്തു എന്നെ അവർക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു? ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. അനാവശ്യം പറയരുത്. അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും. ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. എന്റെ കുഞ്ഞ് നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി, ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. താൻ എന്ത് സംസാരിക്കാനാണ്? താനോട് നാദി. ഐ ഡോണ്ട് ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്. എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല. ഞാൻ ക്യാൻസർ വന്നിനി ഞാൻ മരിച്ചാ പോലും എനിക്ക് നീ ഒന്നും ചെയ്യണ്ട. നീ ഇമോഷണൽ ആവരുത്. സബ്സ്ക്രിപ്ഷൻ കിട്ടിയ പൈസ വരെ ഞാൻ നിനക്ക് തന്നു, ഒരുപാട് പൈസകൾ. ഞാൻ ഉറക്കമടിച്ച്, ഞാൻ ആൽബങ്ങൾ ചെയ്തത്, ഞാൻ ഉറക്കമടിച്ച് ഗൾഫിൽ പോയി പ്രമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക്, അതിൽ നിന്ന് ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. അവരുടെ കുറ്റമല്ലായിരിക്കാം. ഈ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്നത് വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു.